بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികൾ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യ റജബ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. റജബിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു കാലയളവാണ് പരിശുദ്ധമായ റജബ്. പുണ്യ റജബ് എന്ന് സാധാരണക്കാരനായ ഒരു മലയാളി പറയുന്നു. അനുഗ്രഹീത മാസം റജബ് എന്നൊക്കെ പറയുന്നു. ആ പ്രയോഗത്തിനൊരു ആധികാരികത പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തെ പടച്ച അന്നു മുതൽക്ക് കാലത്തെ, യുഗത്തെ, സമയത്തെ അള്ളാഹു കൃത്യമായി തന്നെ അതിന്റെ അർഹതയിൽ വിഹിതിച്ചു വെച്ചിട്ടുണ്ട്. ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ, ആഴ്ച 7 ദിവസം എന്ന് പറയുന്ന പോലെ, മാസം ഏകദേശം 30 ദിവസം എന്ന് പറയുന്ന പോലെ, വർഷത്തെ 360 പരം ദിവസങ്ങൾ എന്ന് പറയുന്ന പോലെ, അള്ളാഹു തആല ഒരു വർഷത്തെ 12 മാസങ്ങളായി തന്നെ തരംതിരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഈ പ്രപഞ്ചത്തിന്റെ സമയ സംവിധാനം ഒരു വർഷം 12 മാസം എന്ന തോതിൽ തന്നെ പ്രപഞ്ച സൃഷ്ടാവ് സംവിധാനിച്ചു കഴിഞ്ഞു എന്ന് ഖുർആൻ. അപ്പൊ അന്നേ മുതൽക്കുള്ള ഈ സമയ സംവിധാനത്തിൽ നിന്നും മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസത്തെ അള്ളാഹു പ്രത്യേകം പവിത്രമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഖുർആൻ. 4 മാസങ്ങൾ എന്ന് പറഞ്ഞത് യഥാക്രമം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇങ്ങനെയാണ് 4 മാസം. ആ 4 മാസങ്ങളിൽ അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഇറങ്ങും എന്ന ചർച്ചയിൽ പരിശുദ്ധ റജബിന്റെ സാന്ദർഭികമായ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള, ഇമാം ബൈഹഖി അവിടുത്തെ ഫളാഇലുൽ ഔഖാത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. എന്താണ് റജബിന്റെ പ്രത്യേകത? കേട്ടോളൂ. റജബിലെ ആദ്യ രാവ് തന്നെ ദുആഇന്റെ ഇജാബത്തിന്റെ സമയം തന്നെയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിന്റെ ആദ്യ രാവ്, റജബിന്റെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ, മാസപ്പിറവി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ആദ്യ സന്ദർഭം തന്നെ ദുആഇന് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഇജാബത്തിന്റെ സമയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മൗഖൂഫൻ ഖാല ഖംസു ലയാൽ ലാ യുറദ്ദു ഫീഹിന്ന ദുആ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബി ഇബ്നു ഉമർ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അല്ലാഹു തആല 5 രാത്രികളിലെ ദുആക്ക് ഇജാബത്ത് വേഗം നൽകുന്നു. ആ ദുആ ഒരിക്കലും റബ്ബ് തട്ടിക്കളയില്ലെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 രാവുകൾ യഥാക്രമം കേട്ടോളൂ. 1 വെള്ളിയാഴ്ച രാവ്, 2 അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാവ്, 3-ാമത്തെ രാവ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ ബറാഅത്ത് രാവ്, 4-ാമത്തേതും 5-ാമത്തേതും 2 പെരുന്നാളുകളുടെ രാവ്, ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാവ്. ഫളായിലുൽ ഔഖാത്തിൽ ഇമാം ബൈഹഖി ഈ ഹദീസ് പറയുന്നുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞേ മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുൽ ഉമ്മിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അതുപോലെ തന്നെ നിഹായയിലുണ്ട്, ഷർവാനിയിലുണ്ട്, മുഗ്നിയിലുണ്ട്. കേട്ടോളൂ. ഇമാം ശാഫിഈയുടെ ഒരു പ്രധാന ഖൗല്, മഹാനവറുകൾ പറയുന്നു, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രികളിൽ ദുആക്ക് വേഗം ഇജാബത്തുണ്ടേ. 1-ാമത്തെ രാവ് ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ വലിയ പെരുന്നാളിന്റെ രാവ്, ചെറിയ പെരുന്നാളിന്റെ രാവ്, വ അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യ രാവ്, അതുപോലെ തന്നെ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവ് അഥവാ ബറാഅത്ത് രാവ് എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈ രാവുകളിലെ ദുആകളിൽ അതിന്റെ അർഹതയിൽ തന്നെ പരിഗണന കിട്ടുന്ന ആ ഒരു മഹാഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. എല്ലാവരും റജബിന്റെ 1-ാം രാവിൽ പരമാവധി ദുആകൾ തന്നെ വർദ്ധിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിതത്തിന്റെ ഏത് മേഖലകളുണ്ടോ അവിടെ മുഴുവനും ബറക്കത്ത് ഒഴുകി ഒഴുകി വരാൻ വേണ്ടി ഒരു ദുആ റജബിന്റെ ആദ്യ രാവ് മുതൽക്ക് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ചില ആളുകൾ ഈ ദുആ ഉച്ചരിക്കുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്ന് പറയാറുണ്ട്, റജബ എന്ന് പറയാറുണ്ട്. തെറ്റില്ല, അത് അറബി വ്യാകരണം അനുസരിച്ച് അങ്ങനെ പറയുന്നവരുമുണ്ട്, അത് കുഴപ്പമില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഇമാം ബൈഹഖി അവിടുത്തെ ദഅവത്തുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ പ്രത്യേകം, ഈ ദുആയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വബല്ലിഗ്നാ റമദാൻ എന്ന പ്രയോഗത്തില് വബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് പറയുന്നവരുണ്ട്, വബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്നവരുണ്ട്. രണ്ടും ഉദ്ധരണി ഉള്ളതാണ്. ഈ ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്, മഹാനായ ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട്, അതുപോലെ തന്നെ ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ഇദാ ദഖല റജബ്, റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ, ഖാല അവിടുത്തെ ദുആ അതിന്റെ ആദ്യ രാവിൽ തന്നെ തുടങ്ങി കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ, റമളാനിലേക്ക് അല്ലെങ്കിൽ റമളാനിനെ അടുപ്പിച്ചു തരണേ. ഇങ്ങനെയായിരുന്നു ദുആ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ റജബിലും ശഅബാനിലും ബറക്കത്ത് ചോദിക്കുന്ന ഈ ദുആ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യമായ എല്ലാ മേഖലകളിലേക്കുള്ള ബറക്കത്ത് ചോദിച്ചു വാങ്ങേണ്ട ഒരു സന്ദർഭമാണിത്. പെട്ടെന്ന് ബറക്കത്ത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പീരീഡാണിത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ശാരീരികമായ ആരോഗ്യ കാര്യങ്ങളിൽ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ, മക്കളുടെ തൊഴില്, ഏതൊക്കെ മേഖലകളിൽ ഒരു ബറക്കത്ത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അത് ചോദിക്കാൻ കിട്ടിയ അവസരം. ചില പദങ്ങളുടെ ക്രമീകരണത്തെ ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിനെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തുന്ന ഒരു ചർച്ച സാന്ദർഭികമായി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദുആഇൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഇങ്ങനെ രണ്ട് രീതിയിലും ദുആ ചെയ്ത് കാണാറുണ്ട്. മഹാനായ ഇമാം ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇമാം നബവി അവിടുത്തെ അദ്കാറിൽ വിവരിക്കുന്ന ഹദീസ് പദം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നാണ്. ശഹ്ർ ചേർത്തിട്ടാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാമി ബിഖുസൂസിയാത്തി സിയാം എന്ന കിതാബിൽ പറയുന്നത് വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നാണ്. ശഹ്ർ റമളാൻ. അപ്പൊ റമളാൻ എന്ന ഹദീസിൽ ഉള്ളു ശഹ്ർ ചേർത്ത് കാണുന്നില്ല. എന്നാൽ അയിമത്തിന്റെ ചില ഉദ്ധരണികൾ മിക്കവാറും ശഹ്ർ ചേർത്ത് പറയുന്നുണ്ട്. റമളാൻ എന്ന പദം ശഹ്ർ ചേർത്തേ പറയാവൂ എന്നൊരു ഹദീസിൽ തന്നെയുണ്ട്. സൂറത്തുൽ ബഖറയുടെ തഫ്സീർ പറയുന്നിടത്ത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലു ജാ റമളാൻ വദഹബ റമളാൻ വലാകിൻ ഖൂലു ജാ ശഹ്റു റമളാൻ വദഹബ ശഹ്റു റമളാൻ. റമളാൻ വന്നു, റമളാൻ പോയി, റമളാൻ വന്നു, റമളാൻ പോയി. ഇങ്ങനെ വെറുതെ റമളാൻ 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 എന്ന് ഒരു ബഹുമാനമില്ലാതെ പറയല്ലേ നിങ്ങൾ. അതിന്റെ മുമ്പ് ഷഹ്ർ എന്ന് ചേർത്ത്, മലയാളത്തിലാണെങ്കിൽ മാസം എന്ന പദവും കൂടി ചേർത്ത് റമളാൻ മാസം എന്ന്, അല്ലെങ്കിൽ ഷഹ്റു റമളാൻ എന്ന് അങ്ങനെ ചേർത്ത്, ഈ ഷഹ്ർ ഓർ മാസം ചേർത്ത് നിങ്ങൾ റമളാനിനെ തനിച്ച് പറയാതെ അങ്ങനെ ചേർത്ത് പറയണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഈ റമളാൻ എന്ന പദം ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ഒരു പ്രധാന ഇസ്മാണ് റമളാൻ എന്ന പദം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കലാണ് ഈ റമളാൻ എന്ന പദത്തിന്. അപ്പൊ നമ്മുടെ ഈ ദുആ, ഏത് ദുആ? റജബിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ സുന്നത്താക്കിയിട്ടുള്ള, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശീലങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള റജബിന്റെ ആദ്യ രാവിൽ തന്നെ അവിടുന്ന് ചൊല്ലി തുടങ്ങാൻ നിർദ്ദേശിക്കുകയും സ്വയം ചൊല്ലുകയും ചെയ്തിട്ടുള്ള അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആയിലെ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നും പറയാം,
വബല്ലിഗനാ റമളാൻ എന്ന് മാത്രവും പറയാം. അപ്പൊ ഇതിങ്ങനെ ഒരു വ്യത്യസ്തത എവിടെയെങ്കിലും കേൾക്കുമ്പോൾ വസ്വാസാവണ്ട എന്ന വിചാരത്തിലാണ് ഈ ഒരു പദക്രമീകരണത്തെ നമ്മളിവിടെ വ്യവസ്ഥയാക്കിയത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഞാൻ സുദീർഘമാക്കുന്നില്ല. റജബ് എന്ന അറബ് വാക്ക് അത് വല്ലാത്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. മഹാന്മാരായ അയിമ്മത്ത് അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളൊക്കെ അവിടുത്തെ കുനിയലും മറ്റുമൊക്കെ പറയുന്നുണ്ട്, ഈ റജബ് എന്ന വാക്ക് ഫമിൻ അവ്വലി ഹാദ ശഹ്രി ഇലാ ആഖിരിഹി മിനല്ലാഹി അസ്സ വജല്ല സലാസു അതായ ലിൽ ഇബാദ്. ഈ റജബിന്റെ ആദ്യ സന്ദർഭം മുതൽക്ക് ഇതിന്റെ അവസാനം വരെ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് 3 പ്രത്യേക ഔദാര്യം നൽകുന്നു എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് റജബ് എന്ന വാക്കിലുള്ള 3 അക്ഷരത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. റാ, ജീമ്, ബാ. ഈ 3 അക്ഷരത്തിന് 3 ലക്ഷ്യങ്ങളാണുള്ളത്. മഹാന്മാരായ അയിമ്മത്ത് പറയുന്നുണ്ട്, ഉന്നിയുടെ മറ്റും ഇബാറത്ത് കാണാം. റജബിന്റെ ആദ്യ രാവ് മുതൽക്ക്, രാവിന്റെ ആദ്യ സന്ദർഭം മുതൽക്ക് അതിന്റെ അവസാന സന്ദർഭം വരെ അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായ 3 ഔദാര്യങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. ആ 3 ഔദാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ 3 അക്ഷരങ്ങൾ. ഒന്നാമത്തെ അക്ഷരം എന്താ? റജബ് എന്ന പദത്തിലെ ഒന്നാമത്തെ അക്ഷരം റാ ആണ്. റാ സൂചിപ്പിക്കുന്നത് റഹ്മത്തുല്ലാഹി മിനൽ അദാബ്. അള്ളാഹു നമ്മുടെ ഭാവിയിൽ, നമ്മുടെ പരലോകത്തേക്കുള്ള ജീവിതത്തെ കണക്കാക്കി കൊടുത്ത് എവിടെയെങ്കിലും ഒരു അദാബ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം. അത് ഖബറിലാവാം, മഹ്ശറിലാവാം, എവിടെയാവാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ എങ്ങാനും നമ്മുടെ ഏടിൽ നമുക്ക് വേണ്ടി അള്ളാഹു ഒരു അദാബിനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ അദാബിൽ നിന്നും മോചനം ലഭിച്ച് അള്ളാന്റെ കരുണയും സ്നേഹവും പിടിച്ചു പറ്റാൻ അതിലേക്ക് സൂചിപ്പിച്ചിട്ട് ഈ റജബ് മാസത്തിൽ അതിന്റെ അവസരമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാന്റെ റഹ്മത്തിന്റെ സമയം റജബ് എന്ന 3 അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമായ റാ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകം കനിഞ്ഞേകുന്ന 3 ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം റഹ്മത്തുല്ലാഹി മിനൽ അദാബ്. അതിന്റെയാണ് റാ. അള്ളാഹുവിന്റെ അദാബിൽ നിന്നും ഒരു കാരുണ്യം അവന്റെ അടിമക്ക്, അവന്റെ ഇഷ്ടദാസന് കിട്ടുന്നു എന്നതിലേക്ക് സൂചിപ്പിച്ച് റാ. അള്ളാഹു തരട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. രണ്ടാമത്തേത് വജൂദും ബിലാ ബുഖ്ൽ. അള്ളാഹു വാരിക്കോരി കൊടുക്കാണ്. അവന്റെ ഔദാര്യങ്ങൾ ഒരു പിശുക്കുമില്ലാതെ തന്റെ ഇഷ്ടദാസനെ തേടിയെത്തും, വാരിക്കോരി കൊടുക്കും. ജൂദ് അള്ളാഹുവിന്റെ ഔദാര്യം, അതിലേക്ക് സൂചിപ്പിച്ചാണ് ആ ജീമ്, രണ്ടാമത്തെ അക്ഷരമായ ജീമ് കടന്നു വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് വബറും ബിലാ ജഫാ. യാതൊരുവിധ ഇല്ലായ്മയും ദുർലഭതയും ഇല്ലാതെ, യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ അള്ളാഹു വീണ്ടും വീണ്ടും ഗുണം ചെയ്തുകൊണ്ടിരിക്ക തന്റെ പ്രിയപ്പെട്ട അടിമക്ക്. അള്ളാഹു ആ അടിമ നമ്മൾ ഓരോരുത്തരും ആവാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇങ്ങനെ ഗുണം ചെയ്യും. അത് റജബിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവസാന അക്ഷരമായ ബാ, റാ, ജീമ്, ബാ. റാ അള്ളാഹുവിന്റെ റഹ്മത്ത്, ജീമ് അള്ളാഹുവിന്റെ ജൂദ് ഔദാര്യം, റജബ് എന്നതിൽ അവസാനത്തെ അക്ഷരം ബാ അള്ളാഹുവിന്റെ ഗുണം ചെയ്യൽ. ഇതൊക്കെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി വന്ന് അനുഭവിച്ചു വരുന്ന ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ അറിയാതെ പറയും. പഴയ കാലത്ത് സൂഫിയാക്കൾ പറഞ്ഞൊരു വർത്താനം പറഞ്ഞു പോകും, യാ ലൈത ഇദ്ദത ശുഹൂർ കുല്ലഹു റജബ്. പഠിച്ചോനെ, ഒരു കൊല്ലത്തിലെ 12 മാസവും റജബായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പഴയ കാലത്ത് സൂഫിയാക്കൾ പറഞ്ഞിരുന്നു. എന്ന പോലെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ പറയും എന്നാണ് ഇതിൽ നിന്ന് മഹാന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു നിഗമനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബ് മാസം വന്നു കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തൽ, റമദാനിലേക്കുള്ള ഓർമ്മപ്പെടുത്തൽ. റജബിന്റെ 1-ാം രാവ് മുതൽ അതിനു വേണ്ടിയുള്ള ഒരു ദുആ തുടങ്ങിക്കഴിഞ്ഞു. ആ ദുആയിൽ പ്രത്യേകം റമദാന്റെ പേരും പരാമർശിച്ചു. ഒരു ഓർമ്മപ്പെടുത്തലാണ്. റമദാന് മുന്നോടിയായ ഒരു മനുഷ്യൻ അവന്റെ കറകൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് അവൻ വിശ്വാസപരമായ ഒരു തയ്യാറെടുപ്പ്, ഉള്ളിന്റെ ഉള്ളിൽ ഈമാനികമായ ഒരു ഉത്തേജനം ഉണ്ടാക്കിയെടുത്ത് പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ശീലിച്ച് റമദാനിൽ പാപമില്ലാത്ത രീതിയിൽ അമല് ചെയ്യാനുള്ള ഒരു പരിശീലനം നേടി. അതുപോലെ തന്നെ അവന്റെ അമലുകൾക്ക് റജബിൽ ഒരു ചിട്ട വന്നു. റജബ് നിസ്കാരം ഫർളാക്കപ്പെട്ട മാസമാണ്. അപ്പൊ ആ നിസ്കാരത്തിന്റെ വാർഷിക മാസം എന്ന നിലയിൽ ഒരു നിസ്കാരത്തിന്റെ രംഗത്തുള്ള അഴിച്ചുപണികളൊക്കെ വളരെ വൃത്തിയായിട്ട് നടത്തി ഒരു മനുഷ്യൻ നല്ല
റാഹത്തിൽ റമദാനിലേക്കുള്ള ഒരു 60 ദിവസത്തെ പരിശീലനം എടുത്തിട്ട് റമദാൻ എന്ന 30 ദിവസത്തിൽ അരങ്ങേറ്റം കുറിക്കണം. അതാണ് റജബുൻ ഷഅബാൻ. അപ്പൊ റജബിൽ ഒരുങ്ങണം. 8:30 മണിക്കാണ് നമ്മൾ പോകേണ്ട വാഹനം നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്നത്. 8:30 മണിക്ക് നമ്മൾ ഒരുങ്ങേണ്ടത് ഒരു 8 മണിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരുക്കം തുടങ്ങിയിരിക്കണം. ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ട ഒരു യാത്രയാണെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ അതിന്റെ ഒരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കും. യാത്രാക്കുറിപ്പ്, ആവശ്യമുള്ള സാധനങ്ങൾ ഇന്നത്. റമദാൻ എന്നത് ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡാണ്. ഒരായുസിന്റെ അല്ലെങ്കിൽ ഒരു വയസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ്. ഒരു പുരുഷായുസിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു റമദാൻ കൊണ്ടാണ് അവൻ നാളെ അള്ളാന്റെ മുന്നിൽ എത്തുന്നത് എങ്കിൽ 84 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമുള്ള ഇബാദത്ത് എടുക്കാൻ പറ്റിയ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പീരീഡിനെ അവന് ഒരു റമദാൻ കൊണ്ടാണ് കിട്ടിയത്. അപ്പൊ റമദാൻ ഒരാൾക്ക് കിട്ടുക എന്നത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുള്ള നേരത്തെ ഉള്ള തയ്യാറെടുപ്പിന്റെ കൃത്യമായ പീരീഡാണ് റജബ് എന്നത്. റജബിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയ ആൾക്ക് മാത്രമേ റമദാൻ കിട്ടൂ. ഇതൊരു ലോക തത്വമാണ്. റജബിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയവർക്ക് മാത്രമേ റമദാൻ കിട്ടൂ. അള്ളാഹു തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിൽ നമുക്ക് പറയപ്പെട്ടിട്ടുള്ള എല്ലാ അമലുകളും തറാവീഹ് നിസ്കാരം പോലെയുള്ള അല്പം ചിലത് ഒഴിച്ചു നിർത്തിയാൽ, റമദാനിൽ നോമ്പുണ്ട്, റമദാനിൽ ഇബാദത്തുകൾ ഖുർആൻ പാരായണമുണ്ട്, റമദാനിൽ അതുപോലെ തന്നെ നീണ്ട നിസ്കാരങ്ങളുണ്ട്, റമദാനിൽ മറ്റു പല സദഖ ദാനധർമ്മങ്ങള്, ചില ആളുകൾ റമദാനിൽ സക്കാത്തിനുണ്ട്. റമദാനിലെ സക്കാത്ത് കൊടുക്കും. റമദാനിൽ കൊടുക്കുന്ന റമദാനിൽ കൊടുക്കൽ സംഭവിച്ചാൽ ഇരട്ടി പ്രതിഫലം എന്ന ഒരു പരിഗണനയ്ക്ക് വേണ്ടിയാണ്. റമദാനിൽ കൊടുക്കൽ എന്നത് റമദാനിൽ ഉണ്ടായാൽ ഇരട്ടി എന്ന ഒരു പരിഗണന റമദാനിൽ എന്തായാലും ഉണ്ട്. ആ പരിഗണനയെ പ്രതീക്ഷിച്ചുകൊണ്ടേ റമദാനിൽ സക്കാത്ത് കൊടുക്കലുള്ളത്. അല്ലാതെ അതിന്റെ ഹൗല് പൂർണ്ണമാകുന്നത് റമദാനിലായതുകൊണ്ടല്ല. അപ്പൊ വരും വർഷത്തെ സക്കാത്തും കൂടി ചില ആളുകൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. പൊതുവെ അവിടെ ധാരണ വരലുണ്ട് റമദാനിലെ സക്കാത്ത് കൊടുക്കാവുന്ന അല്ല, റമദാനുമായി ബന്ധപ്പെട്ട് വരുന്ന സക്കാത്ത് ഫിത്ർ സക്കാത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സക്കാത്ത് റമദാനിൽ ആളുകൾ ചെയ്യുന്നത് അവർ അതിന്റെ സമയം എത്തുന്നതിന്റെ തൊട്ടു മുമ്പൊക്കെ ഉള്ളവര് വേഗം ആ സമയമാവുന്നതിന് മുമ്പ് അഡ്വാൻസ് അത് കൊടുക്കുകയാണ്. കാരണം ഈ കൊടുക്കൽ എന്നത് റമദാനിൽ സംഭവിക്കുമ്പോൾ കിട്ടുന്ന ഇരട്ടി എന്ന ആനുകൂല്യം പ്രതിഫലത്തിൽ കരസ്ഥമാക്കാൻ വേണ്ടി. അള്ളാഹുവിന് വേണ്ടി റമദാനിൽ ഒരാൾ നോമ്പെടുക്കാനും അമല് ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവന് റജബ് മുതൽക്കേ തയ്യാറായി വന്നേ പറ്റൂ. എന്നാൽ അവന് റമദാൻ കിട്ടൂ. നിങ്ങൾ കേട്ടോളൂ, മഹാന്മാർ ഈ റമദാനിലേക്കുള്ള ഒരുക്കം നടത്തിയിരുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം ഉനിയലും മറ്റുമൊക്കെ കാണുന്നുണ്ട്. അന്നഹു ലമ്മസ്തഹല്ല റജബ് റഖാ അൽ മിംബറ യൗമൽ ജുമുഅ. റജബ് മാസവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ തൊട്ടടുത്ത ജുമുഅ ദിവസം മഹാനവറുകള് വെള്ളിയാഴ്ചയിലെ വിളംബര പ്രഭാഷണമായി മഹാനവറുകൾ പറയും. എന്ത് പറയും? അലാ ഇന്ന ഹാദാ ശഹ്റുല്ലാഹിൽ അസം. അച്ചടക്കത്തിന്റെ മാസമായ, നിശബ്ദതയുടെ മാസമായ, അള്ളാഹുവിന്റെ മാസമായ റജബ് സമാഗതമായി കഴിഞ്ഞേ. വഹുവ ശഹ്റു സകാത്തിക്കും. സകാത്ത് കൊടുക്കാനുള്ളവരൊക്കെ സാമ്പത്തിക ചിന്ത റമദാനിൽ വന്ന് വസ്വാസാവാൻ നിൽക്കണ്ട. അങ്ങനത്തെ ചിന്തകളിലൊക്കെ ഒന്നും പോവാതെ കണക്കുകൂട്ടലും മറ്റു കാര്യങ്ങളൊക്കെ റജബീന്ന് തന്നെ ചെയ്ത് സകാത്തിന്റെ കാര്യങ്ങളൊക്കെ റജബ് മുതൽക്ക് നിങ്ങൾ ചെയ്യണം. ഇത് സകാത്ത് കൊടുക്കാൻ പറ്റിയ മാസമാണെന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സമൂഹത്തിന് ഉദ്ബോധനം നൽകിയിരുന്നു. ഫമൻ കാന അലൈഹി ദൈനുൻ ഫലയുഅദ്ദി ദൈനഹു സുമ്മ ലിയുസക്കി മാ ബഖിയ. ഒരു മനുഷ്യന് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, വഴക്ക് പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, റമദാൻ പ്രതീക്ഷിക്കുന്നവനാണ് എങ്കിൽ അതെല്ലാം ഒഴിവാക്കി റജബ് മുതൽക്ക് അവൻ തന്റെ ജീവിതത്തെ സംസ്കരിക്കട്ടെ എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്തിന്റെ മുതൽ നേരത്തെ കൊടുത്താൽ റമദാൻ വരുമ്പോൾ അവർക്ക് സുഭിക്ഷമാവാലോ എന്നൊരു സൂചനയും മഹാനവറുകളുടെ ഈ സക്കാത്തിന്റെ വിളംബരത്തിൽ ഉണ്ടായതായി മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് എല്ലാ ബറക്കത്തുകളും കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ ബറക്കത്ത് എന്താ? ഈ റജബ് മാസത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾക്കറിയുമോ,
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റജബ് 1 തന്നെയാണ് റഹ്മത്ത് എന്ന നിലയിൽ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവിടുത്തെ ജനനത്തിന്റെ കാരണമായ അന്നുത്തുഫത്തു ഷരീഫ, അവിടുന്ന് പിറക്കാൻ അള്ളാഹു കാരണമാക്കിയ ബാഹ്യ സബബായ ഇന്ദ്രിയത്തുള്ളി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ റഹ്മിൽ, അവിടുത്തെ ഗർഭാശയത്തിൽ എത്തിയത് റജബിന്റെ ആദ്യത്തെ രാവിലാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ റജബ് എങ്ങനെ നോക്കിയാലും അനുഗ്രഹീതവും ബറക്കത്തുള്ളതുമാണ്. എന്നിട്ടും അവിടുന്ന് ദുആഇറക്കാൻ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. ബറക്കത്തുള്ള മാസം, ഹബീബിന്റെ വരവിന്റെ കാരണമായ, ജനനത്തിന്റെ കാരണമായ നുത്ഫത്തു ഷരീഫ ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയ മാസം, ഇങ്ങനെയൊക്കെ അനുഗ്രഹീതം എന്ന് പറഞ്ഞ ഈ മാസത്തിൽ പിന്നെയും ചോദിക്കാൻ അള്ളാഹുവെ ബർക്കത്ത് തരണേന്ന. ഈ ബർക്കത്ത് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ അത് ചോദിച്ചത്, ബർക്കത്തുണ്ടേ, ബർക്കത്ത് ഉണ്ടായിട്ടും പിന്നെ ബർക്കത്ത് ചോദിക്കുക. അവിടെയാണ് റജബ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇവിടെ നമുക്ക് കൈമാറാനുള്ളത്. റജബ് തരുന്ന സന്ദേശം, ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്തോ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നതാണ്. എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം? ഏത് ചോദ്യം? അള്ളാഹുവോട് ചോദിച്ചല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ബർക്കത്ത് തരണേ എന്ന് അള്ളാഹിനോട് ചോദിച്ചല്ലോ. ആ ചോദിച്ചതിന്റെ ഉത്തരം എന്താ? ആ ഉത്തരം ഉമ്മത്തിൽ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടേ. ആ കൊടുത്തത് 1 നിസ്കാരമാണ്, 2 സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണമാണ്, 3 ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് കാരണമായ അന്നുത്ഫത്തു ഷരീഫയുടെ വരവാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ഒരു പുനഃസംവിധാനങ്ങൾ, ഒരു പുനഃക്രമീകരണങ്ങൾ നമ്മൾ വരുത്തുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന ആ പ്രയോഗത്തിന്റെ ശരിക്കുമുള്ള ആശയവും ഈ റജബ് മാസം നമ്മളിലേക്ക് സമാഗതമാകുന്ന ആദ്യ സന്ദർഭങ്ങൾ തന്നെ നമുക്ക് തരുന്ന സന്ദേശവും. അള്ളാഹുവിന്റെ മാസം എന്നാണ് റജബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഷഹ്റുല്ലാ എന്ന അള്ളാന്റെ മാസം, ഷഹ്റുല്ലാ അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് ഷഹ്റുല്ലാ എന്ന് പറഞ്ഞത്. എന്നിട്ടും ദ്വാരന്ന് ഈ അള്ളാന്റെ മാസത്തിലും ബാരിക് ലനാ, ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ. പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണം ഉണ്ടായിട്ടുള്ളത് റജബ് മാസത്തിലാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, അയിമ്മത്ത് പറയുന്നു. റജബ് മാസത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണമെങ്കിൽ ഫാത്തിഹ വലിയൊരു ബർക്കത്തല്ലേ? മഹാന്മാരായ 80,000-ഓളം വരുന്ന മലക്കുകൾ അവരുടെ വലിയ ഒരു പ്രൗഢമായ അകമ്പടി കൊടുത്തുകൊണ്ടാണ് ഈ വഹയി വരുന്നത്. സൂറത്തുൽ ഫാത്തിഹ സാധാരണ വഹയി പോലെയല്ല വന്നിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം തനിച്ച് വന്നതല്ലത്. 80,000 മലക്കുകളുടെ വലിയ പ്രൗഢമായ അകമ്പടിയോടുകൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചിട്ടുള്ളത്. എല്ലാ ബറക്കത്തിന്റെയും ഉറവിടമായ നിസ്കാരത്തിന്റെ നിർബന്ധിതയും ഈ മാസത്തിലാണ്. എന്നിട്ടും നമ്മൾ പിന്നെയും ബറക്കത്ത് ചോദിച്ചത് ഈ പറയപ്പെട്ട കാര്യകാരണങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 1 നിസ്കാരം, 2 സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണമാണ്. ഫാത്തിഹ സൂറത്തുമായ ഒരു ബന്ധം അതിങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുക. സൂറത്തുൽ ഫാത്തിഹ കൂടുതൽ ചൊല്ലുന്ന ആളുടെ നാവിന് വലിയ അസർ ഉണ്ട് എന്ന, അയാൾ പറഞ്ഞത് ഫലിക്കുന്ന. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം നസാഇ, ഇമാം തുർമുദി ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻസലല്ലാഹു ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിഥല ഉമ്മുൽ ഖുർആനി വഹിയ സബഉൽ മഥാനി. തൗറാത്തിലോ ഇൻജീലിലോ പരിശുദ്ധ ഖുർആന്റെ മറ്റിടങ്ങളിലോ ഒരിടത്തും ഇല്ല. ചില റിവായത്തിൽ വഫിൽ ഖുർആനി എന്നുണ്ട്. ഖുർആനിലോ തൗറാത്തിലോ ഇൻജീലിലോ ഒരു വേദഗ്രന്ഥങ്ങളിലും അള്ളാഹു ഫാത്തിഹയുടെ വചനങ്ങളുടെ ക്രോഡീകരണത്തിന്റെ മാസ്മരികമായ ആ കെട്ടുറപ്പ്, അതുപോലത്തെ ഒരു അധ്യായം, അതൊന്നും അള്ളാഹു വേറെ എവിടെ ഇറക്കിയിട്ടില്ല. അതുല്യമായ വാക്കുകൾ ആ സൂറത്തുൽ ഫാത്തിഹ എന്ന് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫാത്തിഹയുടെ അക്ഷര ക്രോഡീകരണങ്ങളുടെ മാസ്മരികമായ പ്രത്യേകത ഒരുപാടുണ്ട്. അതിങ്ങനെ നിരന്തരം പാരായണം ചെയ്യുന്നത് ഖുർആനിന്റെ ഉള്ളടക്കമാണല്ലോ ഫാത്തിഹ. വലിയ അസറാണ് ആ നാവിന് ഉണ്ടാവുന്നത്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്.
ആ സമയത്ത് പെട്ടെന്ന് തലക്ക് മുകളിൽ നിന്ന് ആകാശത്തിൽ നിന്നും ഒരു വലിയ ഘോര ശബ്ദം കേട്ടു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് ആ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കി. എന്നിട്ട് കുറച്ചു നേരം മൗനമായി. എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു, ഫഖാല, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ് സമാഇ മാ ഫുതിഹ ഖത്തു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശത്തിന്റെ ഒരു പ്രധാന കവാടമാണിത്. ഇന്ന വരെ അത് തുറന്നിട്ടില്ല നബിയെ. ഇപ്പൊ അത് തുറന്ന ശബ്ദമാണ് ആ കേട്ടതെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആകാശത്തിന്റെ ശബ്ദം കേട്ട് കുറച്ചു നേരം മൗനമായി നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുകളിലേക്ക് നോക്കി. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശത്തിന്റെ ഒരു പ്രധാന കവാടമുണ്ട്. ഇന്ന വരെ അത് തുറന്നിട്ടില്ല. ഇപ്പോ ആ വാതിൽ തുറന്ന ശബ്ദമാണ് കേട്ടത്. കുറച്ചു നേരം ഇരുവരും അതേക്കുറിച്ച് ആലോചിച്ച് മൗനമായി മിണ്ടാതെ നിൽക്കുന്ന നേരത്ത് ഫനസല മലക്കുൻ, ഒരു മലക്ക് അതിലൂടെ ഇറങ്ങി വന്നു. ആ ഫനസല മിൻഹു മലക്കുൻ, ആ തുറക്കപ്പെട്ട കവാടത്തിലൂടെ ആകാശത്തിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി ലം യുക്തഹുമാ നബിയ്യുൻ ഖബ്ലക്. രണ്ട് പ്രകാശവുമായി ഞാൻ ഇവിടെ വന്നത്. ആ രണ്ട് പ്രകാശം അങ്ങേക്ക് സന്തോഷമാണ്. ഒരു നബിക്കും ഇതിനു മുമ്പ് ആ രണ്ട് പ്രകാശം അള്ളാഹ് കൊടുത്തിട്ടില്ല. അത് അങ്ങേക്ക് മാത്രമായി അള്ളാഹു സന്തോഷമായി മാറ്റിവെച്ചതാണെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കെ ആ മലക്ക് വന്ന് പറയാണ്. ഏതാണ് ആ രണ്ട് പ്രകാശം? അവിടത്തേക്ക് കിട്ടിയിട്ടുള്ള രണ്ട് പ്രകാശം തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് അങ്ങേക്ക് വഹിയായി കിട്ടിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്ത് ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഭാഗം മുതൽക്കുള്ള ആ രണ്ടായത്തും. അത് മുമ്പൊരിക്കലും ഒരു പ്രവാചകനും അള്ളാഹു തആല നൽകാത്ത ഒരു വല്ലാത്ത പ്രകാശമാണ്. അതൊരു വലിയ മഹത്വമുള്ള വചനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ട് പോകാം. ഈ അൽ ബഖറയുടെ അവസാനത്തെ ആ രണ്ട് ആയത്തുകൾ ആമന റസൂൽ എന്നതിലെ ആ അക്ഷരങ്ങളും ഫാത്തിഹ സൂറത്തിലെ അക്ഷരങ്ങളും ഏതെങ്കിലും ഒരു നാവിലൂടെ പാരായണമായി ഉദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഭാഗ്യം ഏതെങ്കിലും ഒരു നാവിനുണ്ടെങ്കിൽ അള്ളാഹു തആല അതിന്റെ ഗുണം വേഗത്തിൽ നൽകുമെന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക. കൂടുതൽ ഫാത്തിഹ ചൊല്ല. 1,00,000 ഫാത്തിഹ, അല്ലെങ്കിൽ റജബ് മാസമല്ല, അതിൻ്റെതായ ഒരു പരിഗണനയിൽ ധാരാളം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നിസ്കാരത്തിന്റെ ശ്രദ്ധ നമുക്കുണ്ടാവണം. ഏത് അനുഗ്രഹങ്ങളും നിസ്കാരം കൊണ്ടുണ്ടാവാം. ബറക്കത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ റജബിന്റെ ബറക്കത്തിന്റെ നിസ്കാരം റെഗുലർ ആവണം. നിസ്കാരം സമയബന്ധിതമാവണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹനെ കാണും സ്വർഗത്തിൽ എന്ന് ഉറപ്പിച്ചു. അങ്ങനെയുള്ള ആളുകൾക്ക് നിസ്കാരം എളുപ്പമായിരിക്കുമെന്ന് ഖുർആൻ. അല്ലാത്തവർക്ക് നിസ്കാരം പ്രയാസം. അള്ളാഹനെ കാണുമെന്ന് ഉറപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ നിസ്കാരം എളുപ്പമാവും. അള്ളാഹു അതിൽപ്പെടുത്തിട്ട് അതൊരു വല്ലാത്ത വർത്താനത്. അള്ളാഹനെ കാണാന്ന് പറഞ്ഞാൽ മഹ്ശറയിലല്ല, അള്ളാഹനെ കാണുന്നത് സ്വർഗത്തിലാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹനെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹനെ കാണാൻ വേണ്ടിയിട്ടാണ് സത്യവിശ്വാസിയുടെ ജീവിതം. അള്ളാഹനെ കാണുന്നുവെങ്കിൽ അള്ളാഹനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വാലിഹായ അമല് ചെയ്തോളൂ എന്നാ പറഞ്ഞത്. അമല് സ്വാലിഹാത്ത് സ്വർഗത്തിനുള്ളതല്ല. പിന്നെ അള്ളാഹിനെ കാണാ എന്നത് നടക്കേണ്ടത് സ്വർഗത്തിലെ നടക്കൂ. അപ്പൊ സ്വർഗം എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹനെ കാണാ എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹു അതിൽപ്പെടുത്തിട്ട് അള്ളാഹനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കല്ലാത്ത എല്ലാവർക്കും നിസ്കാരം ഭാരമാണ്. നിസ്കാരത്തിന്റെ കണക്ക് നോക്കിയിട്ട് അത് പാസ്സാണെങ്കിൽ മാത്രമേ അപ്പുറത്തേക്ക് വിടൂ. അത് പാസ്സായ എല്ലാം പാസ്സായില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഇമാം തുർമുദി അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു അടിമയെ വിചാരണയുടെ നേരത്ത് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്നവന്റെ നിസ്കാരത്തിന്റെ രൂപം, കോലം, സമയം, നിർവഹണം, ജമാഅത്ത്, ഖളാ, ഇതൊക്കെ ചോദിക്കും. ഫൈൻ സ്വലുഹത്ത്, ആ നിസ്കാരത്തിന്റെ വിഷയം നന്നായിട്ടുണ്ടെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ പരിപൂർണ വിജയത്തിലെത്തി. അള്ളാഹു അതിൽപ്പെടുത്തിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കലല്ല, എല്ലാം അതിന്റെ A to Z എല്ലാ വഖത്തുകളുടെ നിസ്കാരത്തെ കുറിച്ചും
നീ എന്തിനാണ് അന്നേരം ധൃതി വെച്ച് നിസ്കരിച്ചത്, അത് ഇതെല്ലാം ചോദിക്കാതെ വിടില്ല. അതിൽ രക്ഷപ്പെട്ടാൽ അവൻ എല്ലാത്തിലും രക്ഷപ്പെട്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന്റെ വിചാരണ പരാജയത്തിലാണോ ആ മനുഷ്യൻ പരിപൂർണമായും പരാജയപ്പെട്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിസ്കാരം കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് എല്ലാ അനുഗ്രഹവും വരുന്ന. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. കുടുംബസമേതമുള്ള നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഗുണം, ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ കുടുംബത്തിലേക്ക് ഒഴുകി ഒഴുകി വരുമെന്ന് ഖുർആൻ. അപ്പൊ ഈ ഒഴുകലിന് വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു ദുആ റജബിന്റെ 1-ാം രാവ് മുതൽക്ക് വന്നു കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ശഹ്ർ ചേർത്തും പറയാം, ചേർക്കാതെയും പറയാം. റജബിന്റെ 1-ാം രാവ് മുതൽക്ക് ഈ ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കൃത്യമായ നിർദ്ദേശം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് നൽകട്ടെ. റജബ് മാസത്തിന്റെ എല്ലാ അർഹതയിലും പെടാൻ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ജീവിക്കുമ്പോൾ ഒരു റജബ് നമുക്ക് അനുകൂലമായി എന്ന് പറയാൻ നാളെ അള്ളാഹിന്റെ കോടതിയിൽ അങ്ങനെ ഒരു റജബ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ റജബ് ഒരു തുടക്കമാവട്ടെ. ഇവിടെ മുതൽക്ക് ഇനിയുള്ള എല്ലാ റജബുകളും നമുക്ക് അനുകൂലമാവാൻ അള്ളാഹുവേ ഈ തൗഫീഖ് നൽകണേ. അള്ളാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുക അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുക അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ മരുന്ന് ഫലിക്കാത്ത വിഷമങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അള്ളാഹുവെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാഹ്. അള്ളാഹുവെ ലക്ഷദ്വീപിൽ നിന്നും ഒരു പ്രിയപ്പെട്ട സഹോദരി അവരുടെ ഉമ്മാന്റെ ആണ്ട് കുടുംബത്തിൽപ്പെട്ട പലരുടെയും മരണപ്പെട്ടവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നവർ, അപേക്ഷ വെച്ചവർ, അതിന്റെ ഒരുക്കങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വൈകാത്ത ഭാവിയിലെ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. കടബാധ്യത ഉള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സാപ്പിലും മറ്റുമൊക്കെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും കടങ്ങളും വിഷമങ്ങളും ഒക്കെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവര്, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ, വീടില്ലാത്തവര്, മക്കൾ നന്നാവാൻ, അതുപോലെ തന്നെ മരുമക്കളുടെ സ്വഭാവം നന്നാവാൻ, അള്ളാഹുവേ റബ്ബെ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് വൈകല്യ തമ്പുരാനെ അനുയോജ്യമായ ബന്ധങ്ങളെ നീ ചേർത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലാഹ്. വാടകയ്ക്ക് കഴിയുന്നവർക്ക് റബ്ബെ നല്ല വീട് വെക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ റബ്ബെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പഠിക്കുന്ന മക്കൾക്ക് നീ അഭിവൃദ്ധി നൽകുക അല്ലാഹ്. പഠനത്തിനും പരീക്ഷയിലും ഒക്കെ നീ ഉന്നതമായ നിന്റെ പ്രത്യേകമായ ഇടപെടലും വിജയവും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ റബ്ബെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും വിദേശത്തുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ നൽകുക അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ പ്രവാസികളാണല്ല. ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ, സഹോദരങ്ങൾക്ക് ഖൈർ നൽകുക അല്ലാഹ്. അള്ളാഹുവെ ജോലി നഷ്ടപ്പെട്ട് ഖത്തറിൽ കിടന്ന് അലയുന്ന ഡ്രൈവിംഗിന്റെ ജോലിയായിരുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ക്ലാസ് മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേക ഖാദിമ് അള്ളാഹുവെ പ്രിയ സഹോദരൻ നീ ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കുക. ചെറിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്, അത് നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ദിവസങ്ങളായി ചുമ തുടങ്ങി മാറിയിട്ടില്ല, പനിയുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. അള്ളാഹു ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.